കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവിൻ്റെ വിശുദ്ധമായ തിരുമുറിവാർന്ന വലതുകരം, അനുഗ്രഹത്തിൻ്റെ അഭിഷേകകരം അങ്ങനെ ഓരോ മക്കളുടെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ ഈശോ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിലെ അങ്ങനെ അവകാശമോഹരിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ശക്തി, വിടുതല് ഞങ്ങളെ കൊടുക്കട്ടെ. മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ദൈവമേ നന്ദി, ദൈവമേ മഹത്വം, ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ, എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന് മനസ്സർപ്പിച്ചുകൊണ്ട് മാതാവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഈ ദിവ്യമായ നിമിഷങ്ങളിലെ കർത്താവിനെ നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഈ അൾത്താറയിൽ നടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധന, കൃപാസനത്തിൻ്റെ നേതൃത്വത്തിൽ ശുശ്രൂഷയിൽ നീ നടത്തിയിട്ടുള്ള ലക്ഷക്കണക്കിന് അഖണ്ഡ ജപമാല മഹാറാലികളിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ, അങ്ങനെ കണ്ണീരിൻ്റെ കാലം, അങ്ങനെ മക്കളുടെ കണ്ണീരിൻ്റെ കാലത്ത് അവിടെ യോഗ്യത കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ട് ദൈവികമായ ശക്തി നിങ്ങൾക്ക് ആവശ്യമുണ്ട്. മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, ജീവിത ദുരിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ മഹത്വം, ദൈവമേ ആരാധന. എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ, നാഥാ വരണമേ, എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ. കർത്താവ് വീടില്ലാത്ത അങ്ങക്ക് വേണ്ടി അങ്ങയുടെ ദൃശ്യനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ഇരിക്കുക മക്കളെ. നമ്മൾ കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിലാണ്. ഇവിടെ ഇരിക്കുന്നവരും ഓൺലൈനിൽ ഇരിക്കുന്നവരും ഈ നിമിഷത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞതിന് ഓർത്ത് നന്ദി പറയണം. നിങ്ങൾ ഒന്നിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ട. അത് ചുമ്മാ ഭംഗിവാക്കായിട്ട് ബൈബിൾ പറയണതല്ല. ഇവിടെ വന്നിട്ടുള്ള അനേകം മക്കളുടെ ജീവിതാനുഭവങ്ങളാണ് നമ്മുടെ ആസ്തി എന്ന് ഞാൻ പറഞ്ഞു. അത് ക്യാൻസർ 4th സ്റ്റേജിലായാലും ശരി, 3 കോടി കടമായാലും ശരി, ഒരു തീരുമാനം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു. അതുകൊണ്ടാണ് ദൈവമാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ആ ഒരു ബോധ്യമുള്ളവരത് കൈയടിച്ചേ. ഈ ബോധ്യം നമുക്കുണ്ടാകണം. പിന്നെ അച്ഛന് പറയാനുള്ള രണ്ടാമത്തെ ഒരു അറിയിപ്പെന്ന് പറയണത്, മക്കളെ, നിങ്ങൾ ഉടമ്പടിയിലേക്ക് ആയിക്കഴിഞ്ഞാൽ, അതായത് നമ്മൾ ദൈവമായിട്ട് ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ ഏറ്റവും നമ്മൾക്ക് വേണ്ടത് ശ്രദ്ധയാണ്. ശ്രദ്ധ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രദ്ധ മിക്കവാറും അതിന് ഒരു അവയർനെസ്സാണ്. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് ആൻഡ് ഔട്ട് സൈഡ്. എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു സൂക്ഷ്മതയാണ് ശ്രദ്ധ. അല്ലാതെ നമ്മൾ ചുമ്മാ ഒരു ചെവിയുടെ ശ്രദ്ധയല്ല. എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ദിവസങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നെന്നുള്ള ഒരു ഓർമ്മയാണ് ശ്രദ്ധ വരുന്നത്.
പ്രത്യേകിച്ച് പ്രയർഫുള്ളായിട്ടുള്ള സമയമില്ലേ, എനിക്ക് മനസ്സിലായത് നമ്മൾ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഇന്ന് ലഭ്യമായ ഏറ്റവും മുന്തിയ നിലവാരമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ റിലേഷനിലേക്കാണ് ഉടമ്പടി നമ്മളെ കൊണ്ടുവരണത്. ഉടമ്പടിയേക്കാൾ വലുത് ദൈവത്തിനൊന്നും ചെയ്യാനില്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ചെയ്യണത് ദൈവം പണ്ട് ചെയ്തുകൊണ്ടിരുന്ന എല്ലാം പർട്ടിക്കുലർ കവനൻറ്റുകളാണ്. പർട്ടിക്കുലർ കവനൻ്റ് എന്ന് വെച്ചാൽ ദൈവം ഒരാളെ തിരഞ്ഞെടുക്കും. ഇപ്പോൾ ഒന്നെങ്കിലും ഉദാഹരണത്തിന് ഏഡം, അല്ലെങ്കിൽ നോഹ, അല്ലെങ്കിൽ എബ്രാഹാം, ഇവരോടൊക്കെയാണ് കവനൻ്റ് ചെയ്തിരിക്കുന്നത്, ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അത് ദൈവത്തിൻ്റെ മുമ്പ് നീതിമാന്മാരായിട്ട് ദൈവം കണ്ടെത്തിയതുകൊണ്ട് അവർക്ക് ജനതകൾക്ക് വേണ്ടിയാണ് അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതെല്ലാം വ്യക്തികളാണ് ദൈവം ഉടമ്പടി ചെയ്തുകൊണ്ടിരുന്നത്, പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളോട്. എന്താ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തിരഞ്ഞെടുപ്പ് ഒരു പർട്ടിക്കുലർ പേഴ്സണെ ദൈവം തിരഞ്ഞെടുത്തിട്ട് ആ വ്യക്തി മോസസ് ദൈവം ഉടമ്പടി ചെയ്ത ആളാണ്, ജോഷുവ ദൈവം ഉടമ്പടി ചെയ്ത ആളാണ്. പിന്നീട് വരുന്ന ഗിദെയോൻ മുതലായ ന്യായാധിപന്മാരും ഐസയ, ജെറമിയ തുടങ്ങിയ പ്രവാചകന്മാരും അവരെല്ലാം ഇതിൻ്റെ എല്ലാം ഒബ്സർവേഷനാണ്. ദേ ആർ കീപ്പിംഗ് ദ കവനൻ്റ് ഓർ നോട്ട്. ദൈവമായിട്ടുള്ള കവനൻ്റിൽ ബന്ധത്തിൽ ജനങ്ങൾ ഉഴപ്പുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയാണ് പ്രവാചകന്മാരുടെ കീൻ അറ്റൻഷൻ ഉണ്ടായത്. ജെറമിയ ആയാലും എസെക്കിയേൽ ആരായാലും അവരെല്ലാം കവനൻ്റ് ഓറിയൻറ്റഡ് ആണ്. ബൈബിളിൽ എന്തെങ്കിലും ഒരു പുസ്തകം ഉണ്ടെങ്കിൽ എല്ലാം ഉടമ്പടി റിലേറ്റഡാണ്. അവസാനം ഈശോ വരുമ്പോൾ ഈശോയും ചെയ്യണത് ഉടമ്പടിയാണ്. ആ ഉടമ്പടി പ്രകാരമാണ് കുർബാന സ്ഥാപിക്കുന്നത്. കുർബാനയ്ക്ക് ഈശോ വിളിച്ച പേര് ന്യൂ കവനൻ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ പഴയ കവനൻ്റ് റദ്ദ് ചെയ്തിട്ടില്ല. അത് ഗലാത്യർ 3:15 പറയുന്നുണ്ട്. കവനൻ്റ് എന്ന് പറയുന്ന ഒരു സോൾ പ്രോജക്റ്റ് ദൈവം റദ്ദ് ചെയ്യത്തില്ല, അതിനെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോഴും നിലനിൽക്കുന്ന റിലേഷൻ എന്ന് പറയുന്നത് കവനൻ്റ് തന്നെയാണ്. നിങ്ങൾ ഏതെല്ലാം തരം പ്രാർത്ഥനകളൊക്കെ എന്തെല്ലാം തരത്തിൽ കൂടിയാലും ദ ബേസിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന സോൾ പ്രോജക്റ്റ് എന്താണ്? അത് കവനൻ്റാണ്. ഈശോ അതുകൊണ്ടാണ് ഈശോയെ വന്നപ്പോൾ കവനൻ്റ് അല്ലാതെ ഈശോയെ സ്ഥാപിച്ചിട്ടില്ല. പഴയ ഉടമ്പടി റദ്ദ് ചെയ്യാതെ തന്നെ പുതിയ ഉടമ്പടി അതിൻ്റെ പൂർത്തീകരണമായിട്ട് പുതിയ ഉടമ്പടി ചെയ്തു. അതാണ് ഈശോ പറഞ്ഞത്, ഞാനിത് പുതിയ ഉടമ്പടിയുടെ പുതിയ നിയമത്തിലെ പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. അതെന്തിനു വേണ്ടിയാണ് അത് ചെയ്തിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് പുതിയ ഉടമ്പടി ഈശോ ചെയ്തത്? എന്തിനാണ്? അത് നിത്യതയ്ക്ക് വേണ്ടി ചെയ്തതാണ്. മനസ്സിലായില്ലേ? മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിഷയം എന്താണ്? ഈശോ കണ്ടത് നിത്യതയാണ്. നിങ്ങളെ ഈശോനെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താലേ, ഈ നിത്യത എന്നുള്ള വിഷയം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് സീരിയസ് ആയിട്ട് നിങ്ങളുടെ ആത്മാവ് ഡെപ്പിക്റ്റ് ചെയ്ത് കിട്ടിയിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള തീഷ്ണത തുടങ്ങിയാൽ ബാക്കിയെല്ലാം ദൈവം ചേർത്ത് നൽകും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ. ഇതൊരു ടെക്നിക്കലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോംവഴിയാണ്. നിങ്ങൾക്ക് ഉടമ്പടി നേടാൻ വേണ്ടി, ഉടമ്പടി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നേടാൻ വേണ്ടി ഉള്ളൊരു പോംവഴിയാണ്. എന്താണ്? നിങ്ങൾ എന്ത് ചെയ്യണം? നിത്യത ഏറ്റവും വലിയ ദൈവം ഉടമ്പടി ചെയ്തിരിക്കുന്ന പരിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് പിതാക്കന്മാർ വെച്ച് മന്ന ഭക്ഷിച്ചു, അതുപോലെ ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കാൻ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണെന്ന് പറഞ്ഞിട്ടുള്ള നിത്യതയ്ക്ക് വേണ്ടിയുള്ള അപ്പമായ പരിശുദ്ധ കുർബാനയിലൂടെ ദൈവം ഉന്നം വച്ചിരിക്കുന്നത് നമ്മുടെ നിത്യമായ ജീവിതമാണ്. ഈ നിത്യമായ ജീവിതത്തിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ക്രേസ് ഉണ്ടായാൽ ബാക്കിയെല്ലാം പടപടാന്ന് നടക്കണ കാണാം. അച്ഛൻ ഉള്ളത് തുറന്നു പറയുകയാണ്. ഉടമ്പടിയുടെ സ്പീഡ് കണ്ടൻ്റ് എന്ന് പറയണത്, ഇപ്പം നിങ്ങൾ കടങ്ങൾ മാറാൻ വേണ്ടി ഉടമ്പടി ചെയ്തിട്ടുണ്ട്, അല്ലെ ചെയ്യും. നിങ്ങളുടെ ഒരു മാരകമായ രോഗങ്ങൾ മാറാൻ വേണ്ടി ഉടമ്പടി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചെയ്യും. നിങ്ങളുടെ ജോലിക്ക് വേണ്ടി ഉടമ്പടി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചെയ്യും. ഇതിനൊക്കെ വരുന്ന ഒരു വിഷയം എന്താണ്?
നിങ്ങൾക്ക് ഒരു ഉത്കണ്ഠയാണ് ഇതിലേക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് ഉത്കണ്ഠ വരുന്നത്? ഇതെപ്പം നടക്കും? കാലത്തെക്കുറിച്ചാണ് ഉത്കണ്ഠ മനുഷ്യനെ, ഇല്ലേ? എപ്പോഴും നമുക്ക് ഉത്കണ്ഠ വരുന്നത് ടൈം ബേസ്ഡ് ആയിട്ടാണ് ഉത്കണ്ഠ വരുന്നത്. ഉത്കണ്ഠ എവിടുന്നാണ് വരണമെന്ന് ചോദിച്ച് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയ മനുഷ്യൻ ഉത്കണ്ഠയുള്ളത്? ടൈമിനെ അടിസ്ഥാനപ്പെടുത്തിയ, അല്ലെങ്കിൽ സ്പേസിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. ഒന്നൊക്കെ കാലം അല്ലെങ്കിൽ ദേശം. മനുഷ്യൻ്റെ ഉത്കണ്ഠയുടെ അടിസ്ഥാനം അതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും കാലദേശങ്ങളിലാണ് ഈ ഉടമ്പടി ലാൻഡ് ചെയ്യണതും പ്രവർത്തിക്കാൻ തുടങ്ങണതെല്ലാം കാലദേശങ്ങളിലാണ്. ഇതിനെ ചേഞ്ച് ചെയ്ത് തരും, ഇതിനെ പുതിയ ആകാശത്തിലേക്ക് മാറ്റും, പുതിയ ഭൂമിയിലേക്ക് മാറ്റും. അങ്ങനെയാണ് ഈ വിഷയം പെട്ടെന്ന് നമുക്ക് നടക്കണത്. പക്ഷെ ഇതിൻ്റെ ഒരു കാലദേശങ്ങളെ ഷോർട്ടൻ ചെയ്യുന്ന, ടൈം ഷോർട്ടനിങ് ഉണ്ടാകുന്ന അതിനുള്ള ഏറ്റവും എളുപ്പ വഴി 2-3 വഴികളുണ്ട്. ഒന്ന്, എൻ്റെ വഴിയെന്ന് പറയണത് അനുതാപം ഭയങ്കരമായൊരു വഴിയാണ്, അനുതാപം. രണ്ടാമത്തെ വഴി, അതായത് ടൈം ഷോർട്ടനിങ്ങിനെ കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കും. ഉടമ്പടി വിധിപ്രകാരമുള്ള ടൈം ഷോർട്ടനിങ്, കാല ചുരുക്കം. ഉടമ്പടി വിധിപ്രകാരം ഇപ്പോൾ ജോലി, വീട്, വിവാഹം, കുഞ്ഞുങ്ങളുണ്ടാകണത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷി ഇവിടെ ഉണ്ടായിരുന്നു. എന്താ സാക്ഷി? ഭയങ്കര സർക്കാസ്റ്റിക്കാണ് സാക്ഷിയാണ്. അവർ തമിഴ് ദമ്പതികളാണ്. അത് ഉടമ്പടി എടുത്ത ഒരു സഹോദരിക്ക് ഇവരുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. ഈ ഉടമ്പടി എടുത്ത സഹോദരി 1.5 കൊല്ലമായിട്ട് ഇവരോട്, തമിഴ് ദമ്പതികളോട് കൃപാസനത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അവർ കൃപാസനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ക്രിസ്തുവിനെ ബേസ് ചെയ്താണ് സംസാരിക്കുന്നത്. കാരണം ക്രിസ്തുവിനെ ഏറ്റവും അടുത്ത് പെട്ടെന്ന് അറിയാനുള്ള ഷോർട്ട് കട്ടാണ് കൃപാസനം. ആൾക്കാർക്ക് ക്രിസ്തുവിനെ പെട്ടെന്നറിയാനും പെട്ടെന്ന് അനുഭവിക്കാനും ഉള്ള ഒരു ഷോർട്ട് കട്ട്, ഇന്ന് കിട്ടി ലഭ്യമാകുന്ന ഏറ്റവും ഷോർട്ട് കട്ടാണ് കൃപാസനം. അതുകൊണ്ട് ഇവർ കൃപാസനത്തെക്കുറിച്ച് സംസാരിക്കും, പിന്നീട് ഉടമ്പടിയെക്കുറിച്ച് സംസാരിക്കും. 1.5 കൊല്ലം ഈ തമിഴ് ദമ്പതികളെ ഇവർ ഇങ്ങനെ ടീച്ച് ചെയ്യുകയാണ്. എന്നിട്ട് ഇവർക്കൊരു കുലുക്കമൊന്നുമില്ല. അവർക്ക് പ്രൂഫില്ലല്ലോ, അതിൻ്റെ കുലുക്കമില്ല. ഇപ്പം എന്നാ ചെയ്തിരിക്കണത്? ഈ ഡേഡി രണ്ടാമതൊരു പരിപാടി ചെയ്തു. ഇവർ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ വാങ്ങിച്ച ഉടമ്പടി തൈലം ഈ തമിഴ് ദമ്പതിക്ക് കൊടുക്കും. കൊടുത്തിട്ട് പറയും, ഇപ്പം നിങ്ങൾക്ക് 10 കൊല്ലമായിട്ട് മക്കളില്ലല്ലോ, എന്നിട്ട് വിശ്വാസ പ്രമാണം പ്രിൻ്റ് ചെയ്ത് കൊടുക്കും. അത് ഈ കൃപാസനത്തിലെ ഏറ്റവും വലിയ പ്രെയർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസ പ്രമാണമാണ് കേട്ടോ. വിശ്വാസ പ്രമാണമാണ്. ഞാൻ ഈ കുഞ്ഞുനാൾ പോലെ ഈ വിശ്വാസ പ്രമാണം ചെല്ലണത്. പക്ഷേ ഈ അച്ഛനായി കഴിഞ്ഞ് ഇതിൻ്റെ തിയോളജിയൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബിബ്ലിക്കൽ തിയോളജി പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ കയ്യിരിക്കുന്ന അണുബോംബാണല്ലോ എന്ന്. നമുക്കറിയത്തില്ലല്ലേ. നമുക്ക് പണ്ട് മാതാപിതാക്കന്മാരൊക്കെ കിട്ടുന്നത് എന്തോ ഒരു പ്രാർത്ഥനയായിട്ടല്ലേ ഇത് പഠിക്കണത്. ഇത് പഠിക്കണല്ലോ സംഭവം. ഇതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. എന്താ വിഷയം? ഇത് രക്ഷ പ്രാപിക്കുന്ന ഒരു ആക്ടിവേറ്റിംഗ് പ്രിൻസിപ്പിളാണ് ഈ വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത്. എന്താണ്? ഞാൻ വിശ്വസിക്കുന്നത് അത്രേ ഉള്ളൂ. പക്ഷേ എന്താ അത് വർക്കൗട്ട് ചെയ്യണത്? റോമ 10:9 വർക്കൗട്ട് ചെയ്യണത്. ഞങ്ങൾ കല്യാണം കഴിച്ച് മീൻസ് പയ്യെ മതി എന്നുള്ളൊരു ചിന്താഗതിയിലൊക്കെ മുന്നോട്ട് പോകുന്ന പോലെ ഒരു ലൈനായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ഗിഫ്റ്റ് ഓഫ് ഗോഡ് കൊച്ചിന് വേണ്ടി ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഞാൻ മെഡിക്കൽ ഫീൽഡ് സപ്പോർട്ടഡ് ആയിട്ടുള്ള രീതിയിലും ഞാൻ ക്ലാരിറ്റി എടുക്കാൻ വേണ്ടി നോക്കിയപ്പം കുറച്ചും കൂടെ കറക്ഷൻ ആവശ്യമുണ്ട്. സമ്മോ മെഡിക്കേഷൻ എന്നുള്ള രീതിയിലാണ് ഡോക്ടർ പറഞ്ഞത്. വിസ തീർന്ന ആൾ നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ പ്രതീക്ഷയൊക്കെ വിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി, ഞാൻ വീട്ടിൽ വന്ന് ചോറുണ്ട്, തൊട്ടടുത്ത് തന്നെയാണ് റൂം എടുത്തിരുന്നത്. അപ്പം വരുന്ന വഴിക്ക് ഒരു ചെക്ക് ചെയ്യാനുള്ള ഒരു റിസൾട്ട് കിറ്റ് എടുത്തുകൊണ്ട് പോരുകയും പോകുന്നതിന് മുമ്പ് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നമുക്കൊന്നും കൂടെ നോക്കാം എന്നുള്ള രീതിയിൽ പറയും. ആ ഒരു മൊമെൻറ്റിൽ കറക്റ്റ് ഞങ്ങൾ നടക്കുകയില്ല എന്ന് വിചാരിച്ച് ഇനിയും ടൈം വേണം എന്നുള്ളൊരു രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരുന്നതാണ്. അവളെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതുകൂടാതെ ഇവൾക്ക് December 20th ആയിരുന്നു എൻ്റെ പെങ്ങളുടെയൊക്കെ ഒരു ദിവസമായിരുന്നു ഇവളുടെ ഡ്യൂ ഡേറ്റ് പറഞ്ഞിരുന്നത്. പിന്നെ അതിന് ടൈം അടുത്ത് വന്നപ്പോഴേക്കും December 3rd ആയി. ആ സമയത്ത് വൈഫിന് പനിയായി, ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടി വന്നു.
പിന്നെ അത് കഴിഞ്ഞ് കുറച്ചും കൂടെ തള്ളി വെക്കേണ്ട വന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് ആളെ ഞങ്ങളുടെ കൈ കിട്ടുന്ന ഡിസംബർ 7 കറക്റ്റ് ഇവിടുത്തെ മാതാവിന് മീൻസ് ഈശോയെ കൊടുത്ത് കിട്ടിയ പോലെ തന്നെ ആ ഒരു ഡിസംബർ 7 എന്ന് പറയുന്ന ഡേറ്റ് തന്നെ ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. പിന്നെ അമ്മ ത്രേസിയാണ്, ഞാൻ ഒഫീഷ്യലി ഇടേണ്ടത് ത്രേസിയാണ് ബാപ്റ്റിസം നെയിം. പക്ഷേ മാതാവിന് കൊടുക്കണം എന്നുള്ള ആഗ്രഹം കാരണം മരിയ എന്നോ അല്ലെങ്കിൽ മോനാണെങ്കിൽ ജോസഫ് എന്നായിരുന്നു ചിന്തിച്ച് ആളുടെ ബാപ്റ്റിസം കഴിഞ്ഞു. ഞാൻ എൻ്റെ ഇടയ്ക്ക് അമ്മയുടെ പ്രെയറും പരിപാടി എല്ലാത്തിൻ്റെയും ഇൻറ്റൻസിറ്റി മീൻസ് അത് കാരണമാണ് ഞാൻ എൻ്റെ കാനഡയ്ക്ക് കയറി പോകാൻ പറ്റിയത്. ഞാൻ എൻ്റെ ഇടയ്ക്ക് ആൾ പോകേണ്ട സ്ഥാനത്ത് പോകാതിരിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഞാനായിട്ട് തന്നെ ട്രൈ ചെയ്ത് ഞാൻ കയറി പോവുകയാണ് ചെയ്തത്. അപ്പം ഫസ്റ്റ് ഇയർ ഒരു എഡ്യൂക്കേഷൻ ഉള്ളത് കയ്യിലുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വന്നിട്ട് ഇനി സെക്കൻഡ് ഇയറിനുള്ളത് റെഡിയാക്കണം എന്ന് വിചാരിച്ചു വരുന്ന സമയത്ത് അതും ഏതൊക്കെയോ രീതിയിൽ വിത്തൗട്ട് ലോൺ എടുക്കാതെ തന്നെ ഒരുക്കപ്പെട്ട് കിട്ടുകയാണ് ചെയ്തത്. അപ്പം പ്രതീക്ഷ കൈവിടേണ്ട എന്നുള്ളതാണ്. പിന്നെ കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും എന്നുള്ളതിൻ്റെ ഒരു ജീവിക്കുന്ന വിത്താണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് സേറ. പിന്നെ ഇതോടൊപ്പം എൻ്റെ അനിയൻ കരിയർ ഷിഫ്റ്റ് നോക്കിക്കൊണ്ടിരുന്നതായിരുന്നു. അവനൊരു BCom സ്റ്റുഡൻ്റ് ആയിരുന്നു. അവന് ഒത്തിരി കഷ്ടപ്പെട്ടു. അവന് BCom വലിയ താല്പര്യമില്ല എന്നുള്ളൊരു ലൈനിൽ. അപ്പം ആൾ ഈ 1.5 വർഷമായിട്ട് ഡേറ്റ അനാലിസിസ് വർക്ക് പരിപാടി അങ്ങനെയുള്ള എല്ലാത്തിനും വേണ്ടി നല്ല രീതിയിൽ ബുദ്ധിമുട്ടുകയും അമ്മ അതിന് ഒത്തിരി പ്രെയർഫുള്ളായിട്ടുള്ള സപ്പോർട്ടും കൊടുത്ത് ആളിപ്പോൾ ഈ റീസെൻ്റ്ലി ബാപ്റ്റിസത്തിന് മുമ്പ് ഒരു ജോബ് കിട്ടി. പക്ഷേ അത് ലേ ഓഫ് ആയി പോയി. അപ്പോൾ ആൾക്ക് ഈ പ്രോഗ്രാമൊക്കെ വരുമ്പോഴേക്കും എല്ലാവരുടെയും ഫ്രണ്ടിൽ ഓക്കെ ഇപ്പോഴും ജോലിയില്ലാതെ നിൽക്കുകയാണല്ലോ എന്നുള്ളൊരു സങ്കടം വരുവൻ എന്നുള്ളൊരു ചിന്തയിൽ അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വേദന അതായിരുന്നു. ബട്ട് അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് തന്നെ ചെന്നൈയിൽ അവനൊരു ഡേറ്റ അനാലിസിസ് കമ്പനിയിൽ ഡേറ്റ എൻജിനീയറായിട്ട് തന്നെ ഒരു ജോബ് കിട്ടി. അവൻ ഇപ്പം 2 ആഴ്ച പൂർത്തീകരിച്ച് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ തീർന്നിട്ടില്ലെന്നറിയാം, ഇനിയുമുണ്ട്. അമ്മ കണ്ടിന്യൂ ചെയ്യും. ഞാൻ പ്രേക്ഷിത പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ഞാനും എൻ്റെ പങ്കാളിയും കൂടെയാണ്. ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ക്യാൻസർ വാർഡിൽ പോയി അവിടെ പേപ്പർ കൊടുക്കും. വേണ്ടവർക്ക് അത്യാവശ്യമെന്ന് പറയുന്നവർക്കൊക്കെ കഴിയുന്ന പോലെ കാശും കൊടുത്താണ് പേപ്പർ കൊടുത്തിരുന്നത്. അന്ന് ഏതൊക്കെ ദിവസം പോകുന്നോ ആ ദിവസത്തെ ആൾക്കാരെ പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞവരും കണ്ട് പ്രാർത്ഥിച്ചവരുമായിട്ടുള്ള മക്കളെ കുർബാനയിൽ കൊടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് രൂപ കൊടുക്കും. പിന്നെ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ഞങ്ങളുടെ പ്രാർത്ഥന ചെല്ലുമ്പോൾ വൈകുന്നേരത്തെ പ്രാർത്ഥന ഞങ്ങളെല്ലാവരും കൂടെയാണ് ചെല്ലുന്നത്. രാവിലത്തെ ഞാൻ തനിച്ചും. അപ്പോൾ ഈ കൂടെ തന്നെ ഞാൻ ഒരു 5 മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു, കുഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ട്. അവർക്കെല്ലാവർക്കും കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിലെ 2 സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾ തന്നു. ദൈവം അനുഗ്രഹിച്ച് മാതാവ് ഈശോയോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് അനുഗ്രഹം നൽകി. ആ കൂടെ തന്നെ മോൻ്റെ 3 ഫ്രണ്ട്സിനും ഈ കുഞ്ഞിൻ്റെ കൂടെ തന്നെ 5 മക്കളെ ദൈവം ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള സഹോദരങ്ങൾക്കും നൽകി അനുഗ്രഹിച്ചു. ഇതെല്ലാമാണ് ഇതെല്ലാം ഈശോ തന്ന വലിയ അനുഗ്രഹം. അത് അളവില്ലാത്ത കോടാനുകോടി നന്ദി എന്ന് പറയാനുള്ള അതല്ല. അനന്തതയിൽ ഇങ്ങനെ കിടക്കുന്ന സ്നേഹവും ദയയും അനുകമ്പയുമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതെന്ന് ഞാൻ എല്ലാവരോടും ചേർന്ന് പറയുകയാണ്. എല്ലാവരും അതുപോലെ പ്രാർത്ഥിച്ച് കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം തന്ന് ഞങ്ങളെ ഇതുപോലെ ഞങ്ങളുടെ ഈ അൾത്താരയിൽ ഇവിടെ ചെന്നാക്കി നിർത്തിയതിന് ಕೋಡಾನುಕೋಟಿ ನನ್ನಿ പറയുന്നു. ದೈವത്തിന് ನನ್ನಿ, ಈಶೋಯ್ಗೆ ನನ್ನಿ. ಮೊದಲನೇದಾಗಿ ಕೃಪಾಸನ ತಾಯಿಗೂ ಯೇಸು ಕ್ರಿಸ್ತರಿಗೂ ಕೋಟ್ಯಾನು ಕೋಟಿ ವಂದನೆಗಳನ್ನು ಸಲ್ಲಿಸುತ್ತೇನೆ. ನನ್ನ ಹೆಸರು ಬೀನಾ ಮತಾಯಿ. ನಾನು ಕರ್ನಾಟಕದ ಚಿಕ್ಕಮಗಳೂರು ಡಿಸ್ಟಿಕ್ ಕಡೂರಿನ ನಿತ್ಯ ಸಹಾಯ ಮಾತೆಯ ಅಂಗವಾಗಿದ್ದೇನೆ.
ನನಗೆ ಈ ಪುಣ್ಯಕ್ಷೇತ್ರದ ಬಗ್ಗೆ 2017ರಲ್ಲಿ ನನ್ನ ಮಮ್ಮಿಯಿಂದ ಗೊತ್ತಾಯಿತು. ಮಮ್ಮಿ ಒಂದು ಪತ್ರವನ್ನು ನನಗೆ ಕೊಟ್ಟು ಹೇಳಿದರು, ಈ ತಾಯಿಯ ಹತ್ತಿರ ಹೋದವರಿಗೆ ಬರಿಗೈಯಲ್ಲಿ ಬರುವ ಅವಶ್ಯಕತೆ ಎಂದೂ ಬರುವುದಿಲ್ಲ. ಆ ತಾಯಿಯಲ್ಲಿ ಅಲ್ಲಿ ಅಷ್ಟೊಂದು ಅದ್ಭುತ ಕಾರ್ಯಗಳು ನಡೆಯುತ್ತವೆ ಎಂದು ಹೇಳಿದರು. ನಾನು ಆ ಪತ್ರವನ್ನು ಭದ್ರವಾಗಿ ಎತ್ತಿಟ್ಟೆ, ಯಾಕಂದರೆ ಅದು ಮಲಯಾಳಮಲ್ಲಿತ್ತು. ನನಗೆ ಸ್ಪೀಡಾಗಿ ಅದನ್ನು ಓದಲು ಬರುತ್ತಿರಲಿಲ್ಲ. ಆವತ್ತಿನಿಂದ ನನ್ನ ಮನಸ್ಸಲ್ಲಿ ಇತ್ತು ಅಲ್ಲಿಗೆ ಬರಬೇಕು ಅಂತ ಹೇಳಿ. ಜೀವನದ ಜಂಜಾಟದಲ್ಲಿ ಯಾವಾಗಲೂ ನೆನೆಸುತ್ತಿದ್ದೆ. ಕೊನೆಯ ಅಸ್ತ್ರವಾಗಿ ಇದನ್ನು ಬಳಸಬೇಕೆಂದು ನನ್ನ ಮನಸ್ಸಿನಲ್ಲಿ ಯಾವಾಗಲೂ ಇರುತ್ತಿತ್ತು. ಹಾಗೆ ಮತ್ತೆ ನಾನು ಅದರ ಬಗ್ಗೆ ನಮ್ಮ ಧರ್ಮ ಕೇಂದ್ರದಲ್ಲಾಗಲಿ ಈ ಕೃಪಾಸನದ ಬಗ್ಗೆ ಯಾರಿಗೂ ಅಷ್ಟೊಂದು ತಿಳುವಳಿಕೆ ಇಲ್ಲ. ನಾನು ಇದೇ ರೀತಿ ಸಣ್ಣವರಿರ್ತಾನು ಜಪಸರ ಹೇಳುವುದರಲ್ಲಿ ಮೇರಿ ಮಾತೆಯಲ್ಲಿ ತುಂಬ ಭಕ್ತಿಯಾಗಿದ್ದೇನೆ. ಹಾಗೆ ಇರುವಾಗ 2021 ಮಾರ್ಚ್ 11ರಲ್ಲಿ ನನ್ನ ತಂದೆಯು ಒಂದು 50 ಅಡಿ ಎತ್ತರದಿಂದ ಕೆಳಗೆ ಬಿದ್ದರು. ಅವರಿಗೆ 75 ವರ್ಷ ವಯಸ್ಸಿದೆ. ಆಲ್ಮೋಸ್ಟ್ ಎಲ್ಲ ಅವಯವಗಳು ಫ್ರ್ಯಾಕ್ಚರ್ ಆಗಿದ್ದವು. ತಂದೆಗೆ ಬಿದ್ದಾಗ ಎಚ್ಚರ ಇರಲಿಲ್ಲ. ಬಿದ್ದು ಸ್ವಲ್ಪ ಸಮಯಕ್ಕೆ ತಂದೆಯು ಚೆನ್ನಾಗಿ ಮಾತನಾಡುತ್ತಿದ್ದರು, ಮತ್ತು ಬೇರೆ ಏನೂ ತೊಂದರೆ ಇರಲಿಲ್ಲ. ಹಾಗಾಗಿ ನಾವು ಅಷ್ಟೊಂದು ಸೀರಿಯಸ್ ಆಗಿ ತೆಗೆದುಕೊಂಡಿಲ್ಲ. ತಂದೆಯನ್ನು ಆಸ್ಪತ್ರೆಗೆ ಕಳ್ಕೊಂಡು ಹೋದಾಗ 3 hours ಲೇಟ್ ಆಯಿತು. ಅಷ್ಟೊತ್ತಿಗೆ ಅಲ್ಲಿ ಹೋಗುವಷ್ಟೊತ್ತಿಗೆ ತಂದೆಗೆ ತುಂಬ ರೆಸ್ಟ್ಲೆಸ್ ಆದರು. ಅಲ್ಲಿನ ಡಾಕ್ಟರ್ ನೋಡಿ ಬೇಗನೆ ಫಸ್ಟ್ ಏಡ್ ಟ್ರೀಟ್ಮೆಂಟ್ ಮಾಡಿ ಮಣಿಪಾಲ್ ಹಾಸ್ಪಿಟ್ಲಿಗೆ ಅವರೇ ಆಂಬ್ಯುಲೆನ್ಸ್ನಲ್ಲಿ ಕಳಿಸಿಕೊಟ್ಟರು. ಆಮೇಲೆ ಮಣಿಪಾಲ್ ಹಾಸ್ಪಿಟ್ಲಿಗೆ ಬಂದಾಗ ಅಲ್ಲಿ ಸ್ಕ್ಯಾನಿಂಗು MRI ಎಲ್ಲ ಮಾಡಿದರು. ಅದರಲ್ಲಿ ಹಿಪ್ ಫ್ರ್ಯಾಕ್ಚರ್ ಇತ್ತು, ಪೆಲ್ವಿಕ್ ಫ್ರ್ಯಾಕ್ಚರ್ ಇತ್ತು, ಮತ್ತು ಸ್ಕ್ರೋಟಲ್ ಫ್ರ್ಯಾಕ್ಚರ್ ಇತ್ತು. ಇಂಟರ್ನಲ್ ಆರ್ಗನ್ಗಳು ಎಲ್ಲವೂ ಕೂಡ ಗಾಯಗಳಾಗಿದ್ದವು. ಮತ್ತು ಲಂಬಾರ್ ರೀಜನಲ್ಲಿ L4 L5ಯಲ್ಲಿ ಫ್ರ್ಯಾಕ್ಚರ್ ಆಗಿ ಆ ಬೋನು ಅಲ್ಲಿಂದ ಬರುವ ನರದೊಳಗೆ ಸಿಕ್ಕಿ ಗಾಯ ಆಗಿದ್ದವು. ಆದ್ದರಿಂದ ಇಂಟರ್ನಲ್ ಬ್ಲೀಡಿಂಗ್ ಆಗಿದ್ದರಿಂದ ಪಪ್ಪನ BP ಕಡಿಮೆ ಆಗುತ್ತಾ ಬಂತು. ಏನು ಮಾಡಿದರೂ ಜಾಸ್ತಿ ಆಗುತ್ತಿರಲಿಲ್ಲ. ಆವಾಗ ಡಾಕ್ಟರ್ ಹೇಳಿದರು ಎಮರ್ಜೆನ್ಸಿಯಾಗಿ ಆಂಜಿಯೋಗ್ರಾಮ್ ಮಾಡಬೇಕೆಂದು. ಆಂಜಿಯೋಗ್ರಾಮ್ ಇಲ್ಲಿಲ್ಲ, ಮ್ಯಾಂಗ್ಳೂರಿನ ಜ್ಯೋತಿ ಹಾಸ್ಪಿಟ್ಲಿಗೆ ಕರೆದುಕೊಂಡು ಹೋಗಬೇಕೆಂದು ಹೇಳಿದರು. ಆದರೆ ಅಲ್ಲಿ ತನಕ ಹೋಗೋದು ತುಂಬಾ ರಿಸ್ಕು, ನಿಮ್ಮ ಓನ್ ರಿಸ್ಕಲ್ಲಿ ಹೋಗಬೇಕು, ಹೋದರೂ ರಿಸ್ಕು ಇಲ್ಲಿದ್ದರೂ ರಿಸ್ಕು ಅಂತ ಹೇಳಿದರು. ನಾನು ಆವಾಗ ಇನ್ನೂ ಪಾಪನ ಹತ್ತಿರ ಬರಲಿಲ್ಲ. 250 ಕಿಲೋಮೀಟರ್ ದೂರದಲ್ಲಿದ್ದೆ. ಅಕ್ಕ ಫೋನ್ ಮಾಡಿದಳು, ಏನು ಮಾಡುವುದೆಂದು ಗೊತ್ತಾಗುತ್ತಿಲ್ಲವೆಂದು. ನಾನು ಹೇಳಿದೆ, ಅಕ್ಕ ಕರೆದುಕೊಂಡು ಹೋಗು, ಏನೂ ಆಗೋದಿಲ್ಲ ಎಂದು. ಆಮೇಲೆ ನಾನು ಅಲ್ಲೇ ಕಾರಲ್ಲಿ ಬರ್ತಾ ಇದ್ದೆ. ಅಲ್ಲೇ ನನ್ನ ಮನಸ್ಸಲ್ಲಿ ಬೇಗ ಬಂತು, ಕೃಪಾಸನ ತಾಯಿ, ನಾನು ಆನ್ಲೈನಲ್ಲಿ ಒಡಂಬಡಿಕೆ ತೆಗೆದುಕೊಳ್ಳುತ್ತೇನೆ ಎಂದು ಹೇಳಿದ್ದೆ. ನನ್ನ ಪಾಪನನ್ನು ನನಗೆ ವಾಪಸ್ ತಿರುಗಿಸಿಕೊಡು ಎಂದು ಕೇಳಿದ್ದೆ. ಹಾಗೆ ಜಪಸರ ಹೇಳುತ್ತಾ ನಾನು ಬಂದಿದ್ದೆ. ಅಲ್ಲಿಂದ ಅವರು ಮ್ಯಾಂಗ್ಳೂರಿಗೆ ಕರೆದುಕೊಂಡು ಹೋದರು. ಅಲ್ಲಿ ಹೋಗುವಷ್ಟೊತ್ತಿಗೆ ಬೆಳಗ್ಗೆ 3 ಗಂಟೆ ಆಯಿತು. ಅಲ್ಲಿ ಎಲ್ಲವೂ ಪಾಪನಿಗೆ ಆಪ್ರೇಷನ್ಗಾಗಿ ಸಿದ್ಧವಾಗಿತ್ತು. ಒಂದು 5 ನಿಮಿಷವೂ ಎಲ್ಲೂ ವೆಯ್ಟ್ ಮಾಡಿಲ್ಲ, ಸೀದಾ ಆಪ್ರೇಷನ್ ಥಿಯೇಟ್ರಿಗೆ ಹೋದರು. ಬೇಗನೆ ಆಪ್ರೇಷನ್ ಮುಗಿದು BP ಸ್ಟೇಬಲ್ ಆಯಿತು. ಅದೇ ರೀತಿ ವಾಪಸ್ ಮತ್ತೆ ಮಣಿಪಾಲಿಗೆ ಕರೆದುಕೊಂಡು ಬಂದು ಉಳಿದ ಎಲ್ಲ ಆಪ್ರೇಷನ್ಗಳು ಮಾಡಿದರು. ಹಿಪ್ ಫ್ರ್ಯಾಕ್ಚರ್ ಎಲ್ಲ ಇದ್ದು ಅದೆಲ್ಲವೂ ಬೇಗನೆ ಮಾಡಿ ಮುಗಿಸಿದರು. ಆದರೂ ದಿನ ಒಂದೊಂದು ಪ್ರಾಬ್ಲಮ್ಗಳು ಫೇಸ್ ಮಾಡ್ತಾನೇ ಇದ್ದೆವು. ಹಾಗೆ ನಾವು 10 ದಿನ ಆದಮೇಲೆ ಡಿಸ್ಚಾರ್ಜ್ ಆದೆವು. ಮನೆಗೆ ಬಂದರು 1 ದಿನ ಹಾಸ್ಪಿಟ್ಲು, 2 ದಿನ ಹೀಗೆ ಹೋಗಿ ಬರ್ತಾನೆ ಇದ್ದೆವು. ನಾನು ಆನ್ಲೈನಲ್ಲಿ ಒಡಂಬಡಿ ತೆಗೆದುಕೊಳ್ಳುತ್ತೇನೆ ಎಂದು ಹೇಳಿದ್ದು ನನಗೆ ತೆಗೆದುಕೊಳ್ಳಲು ಆಗಲಿಲ್ಲ. 1 ತಿಂಗಳ ಆದ ಮೇಲೆ ದಿನ ಇದೇ ರೀತಿ ಪ್ರಾಬ್ಲಮ್ ಬಂದಾಗ ಅವತ್ತು ನನ್ನ ಆತ್ಮೀಯ ಗುರು ಸಿಸ್ಟರ್ ಡೈಸಿ ಅಂತ ಅವರು ಬೆಳಗ್ಗೆ ಫೋನ್ ಮಾಡಿ ಹೇಳಿದರು, ನೀನು ಆನ್ಲೈನಲ್ಲಿ ಒಡಂಬಡಿ ತೆಗೆದುಕೋ ಅಂತ. ಆವಾಗ ನಾನು ತುಂಬ ಬೇಜಾರು ಮಾಡಿಕೊಂಡೆ. ನಾನು ಹೇಳಿದ ಮಾತನ್ನು ನಡೆಸಲಿಲ್ಲ ಅಲ್ಲ ಎಂದು ಹೇಳಿ ಅಲ್ಲೇ ಕೂತ್ಕೊಂಡು ಆನ್ಲೈನಲ್ಲಿ ಒಡಂಬಡಿಕೆ ತೆಗೆದುಕೊಂಡೆ. ನಾನು ಒಡಂಬಡಿಕೆ ತೆಗೆದುಕೊಂಡು 5 ದಿನಕ್ಕೆ ನನ್ನ ಪಾಪ
ಎಲ್ಲೂ ಓಡಾಡಿದ್ರಿಲ್ಲ, ಎದ್ದು ನಿಂತ್ಕೊಳ್ಳುತ್ತಿದ್ದರು ಅಷ್ಟೇ, ಹಿಡಿದುಕೊಂಡು ನಿಲ್ಲಿಸಬೇಕಿತ್ತು. ಇದರಲ್ಲಿದ್ದವರು 5 ದಿನ ಆದ ಮೇಲೆ ಚೇರ್ ಹಿಡಿದುಕೊಂಡು ಅವರ ರೂಮು 3 ರೂಮ್ ದಾಟಿ ಹಾಲಲ್ಲಿ ಒಬ್ಬರೇ ಹಿಡಿದುಕೊಂಡು ನಡೆದುಕೊಂಡು ಬಂದಿದ್ದಾರೆ. ಅದಾದ ಮೇಲೆ ಪಪ್ಪನ ರಿಕವರಿ ತುಂಬಾ ಸ್ಪೀಡಾಗಿ ಆಯಿತು. ಅಲ್ಲಿ ನನಗೆ ಗೊತ್ತಾಯಿತು ಕೃಪಾಸನ ತಾಯಿ ಸಮಯದಕ್ಕೆ ಅಧಿಕಾರವಿರುವ ತಾಯಿ ಎಂದು. ಈ ತಾಯಿಯಲ್ಲಿ ಬೇಡಿದರೆ ಯಾರೂ ನಿರಾಶರಾಗುವುದಿಲ್ಲವೆಂದು ನನಗೆ ಅರಿವಾಯಿತು. ಅಲ್ಲಿಂದ 90 ದಿನಾನು ನಾನು ಒಂದು ದಿನ ಕೂಡ 5:30 ಪ್ರಾರ್ಥನೆ, ಪ್ರತಿಷ್ಠೀಕರಣ ಪ್ರಾರ್ಥನೆ ನಿಲ್ಲಿಸಲಿಲ್ಲ. 7 ಗಂಟೆ ಪ್ರಾರ್ಥನೆಯನ್ನು ಮಾಡುತ್ತಿದ್ದೆ, ಜಪಸರ ಹೇಳುತ್ತಿದ್ದೆ. ನನಗೆ ಒಂದು ಶಾಪ್ ಇರುವುದು. ನಾನು ಬೆಳಗ್ಗೆ ಶಾಪಿಗೆ ಹೋದರೆ ಜನ ಬರದೇ ಇದ್ದರೆ ನಾನು ಅಲ್ಲಿ ಕುಳಿತುಕೊಂಡು ಜಪಸರ ಹೇಳುತ್ತೇನೆ, ಬೈಬಲ್ ಓದುತ್ತೇನೆ. ಅದಾದ ಮೇಲೆ ನನ್ನ ಕರ್ತವ್ಯಗಳನ್ನು ಮಾಡುತ್ತಿದ್ದೆ. ಹಾಗಾಗಿ ಈ ಒಡಂಬಡಿಕೆ ತೆಗೆದುಕೊಂಡ ಮೇಲೆ ನನಗೆ ಜಪಸರ ಹೇಳಲು ಭಕ್ತಿಯಿಂದ ಹೇಳಲು ಶಕ್ತಿಯನ್ನು ದೇವಮಾತೆ ಕೊಟ್ಟಿದ್ದಾರೆ. ಪ್ರಾರ್ಥನೆ ಮಾಡಲು